സ്വർഗീയനായ ശ്രീ P.N. പണിക്കർ കേരളത്തിൽ തുടങ്ങിവെച്ച വായന പ്രവണത, അതിന് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ മുൻതുണയ്ക്കുന്ന ലൈബ്രറി സമ്പ്രദായം കൊണ്ടുവന്ന മഹാനായ പണിക്കർ സാറിനെയാണ് ഞാൻ ഈ ദിനം ഓർക്കുന്നത്. വായനയുടെ പ്രാധാന്യം ഒരുപക്ഷെ എനിക്ക് പിന്നാലെ വന്ന് സംസാരിക്കുന്ന ഡോക്ടർ ശ്രീകല മാഡം നിങ്ങളോട് വ്യക്തമായി പറയും. അവർക്കൊക്കെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ അവരുടെ ശ്രദ്ധയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിലുണ്ടാവും. പറയാൻ വിട്ടുപോയാൽ മാത്രം ഞാനത് നേരത്തെ പറഞ്ഞു വയ്ക്കുന്നു. വായന എന്ന് പറയുന്നത് സ്വാംശീകരണമാണ്, മനസ്സിലാക്കൽ മാത്രമല്ല. മഹാന്മാരായ എഴുത്തുകാരുടെ, മഹാന്മാരല്ലാത്ത എഴുത്തുകാരുടെയും വരികളിൽ എവിടെയൊക്കെയോ നമുക്ക് ജീവിതത്തിൽ സ്വാംശീകരിക്കേണ്ടതും ആ സ്വാംശീകരിച്ചത് സന്ദേശപൂരിതമായി തന്നെ ഒന്ന് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതിനുള്ള മെസ്സേജായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇതിനേക്കാളൊക്കെ പ്രധാനം ഇന്നത്തെ ഗാഡ്ജറ്റ്സിൻ്റെ ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് വായന വെളുപ്പിലും കറുപ്പിലും നിന്ന് എന്ന് പറയുന്ന ഒരു എക്സസൈസ്. നമുക്കൊരു ഓപ്റ്റിക് നെർവ് കൊണ്ട് മാത്രം ഒരു ചെറിയ ക്യാവിറ്റിയിൽ കിടന്ന് ഇടതും വലതും മേലും കീഴും നീങ്ങുന്ന ഒരു ഐബോൾ, അതിനുള്ള എക്സസൈസാണ് വായന. കൃത്യമായ പ്രിന്റഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എഴുതുന്ന മെറ്റീരിയൽ ആയാലും അച്ചടക്കമുള്ള പ്രിന്ററും എഴുത്തുകാരനുമായാൽ യൂണിഫോമിറ്റി ഓഫ് എ ഫോണ്ട് is there in a book, except in places where you have to put the name of a chapter. It will be in a different font. ആ ഒരു ഫോണ്ടിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് കൃത്യമായ ഐക്ക് ഒരു സെറ്റിംഗ് കൊടുക്കും കണ്ണിന്. ആ കണ്ണ് തുടക്ക അക്ഷരം തുടങ്ങി വാക്ക് തുടങ്ങി സഞ്ചരിച്ച് ഒരു കൃത്യ ദൂരം സഞ്ചരിച്ച് ഒരു സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്ന എക്സസൈസ് എന്ന് കുഞ്ഞുങ്ങൾക്കില്ലാത്തത് വായനയിലൂടെ ഇല്ലാതെ പോയത് ഒരുപക്ഷെ കണ്ണ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്കും പ്രായമൊട്ടുമേ എത്താതെ വലിയ സോഡാക്കുപ്പി ചില്ലുകളിട്ട കണ്ണടകളുമായി നടക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് കണ്ണിനുള്ള വ്യായാമം കൂടിയാണ് വായന എന്ന് നിങ്ങൾ ഉൾക്കൊള്ളണം. ബാക്കി കാര്യങ്ങൾ ശ്രീകല മാഡം ഇവിടെ പറയും. ആ വായന ദിനത്തിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത് 1829 സ്ഥാപിതമാകുന്നത്. മഹാനായ സ്വാതി തിരുനാൾ മഹാരാജാവാണിത് തുടങ്ങി വയ്ക്കുന്നത്. അപ്പം അന്നങ്ങനെ ഒരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. ആ ഇൻറ്റൻറ്റിൻ്റെ ഒരു പൂർണ്ണമായ അനുഗ്രഹം നമ്മൾ തുടർന്നും ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകേണ്ടത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ആ വായനാ ദിന ആഘോഷങ്ങൾ അല്പം മുമ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തതാണെങ്കിലും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. SN ന്യൂസ്, സെൻറ് മേരീസ് സ്കൂളിൻ്റെ തന്നെ ഒരു ഇൻബിൽറ്റ് റേഡിയോ ഡിസ്പെല്ലിംഗ് സിസ്റ്റം. അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ എപ്പിസോഡ് ഈ അധ്യയന വർഷം തുടങ്ങി വയ്ക്കുന്നു. അത് തുടങ്ങി വെച്ചതായും എല്ലാവരെയും അറിയിക്കുന്നു. എൻ്റെ ഈ വർത്തമാനം അവസാനിപ്പിച്ച് മടങ്ങുന്ന വഴിക്ക് പുസ്തകങ്ങൾ, ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇവിടുത്തെ SN ന്യൂസിൻ്റെ ഈ വർഷത്തെ പുതിയ അധ്യയന വർഷത്തിലെ എപ്പിസോഡും ഞാൻ തിരിച്ചെൻ്റെ കസേരയിലേക്ക് മടങ്ങുമ്പോൾ തുറന്നു വയ്ക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി പറയാതെ വയ്യ,
സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളുടെ ആഘോഷങ്ങളിൽ നിന്ന് കണ്ണ് നനയിപ്പിക്കുന്ന ഒരവസ്ഥയിൽ അനുഭവിച്ചാണ് ഞാൻ ഈ വേദിയിൽ നിന്ന് വീണ്ടും എത്രയോ തവണ വരുവാൻ വേണ്ടി മടങ്ങുന്നത്. ഇവിടെ ഈ അന്തരീക്ഷം ഒരുക്കിയ എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.